ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 8000 8001 സാറേ സമയം എത്ര മണിയായി സാറേ? സമയം ഇപ്പൊ 10:30 ആയിക്കാണ്. നിങ്ങളുടെ ഡ്യൂട്ടി ടൈം എത്ര മണിയാണ്? 10. പഞ്ച്വാലിറ്റി എന്ന് പറയുന്ന സംഭവം ഉണ്ടോ? അറിയാമോ? നിങ്ങളൊരു ഉദ്യോഗസ്ഥൻ തന്നെ കറക്റ്റ് സമയത്ത് വരേണ്ട ഇവിടെ. അല്ല ഈ ട്രാഫിക് ബ്ലോക്ക് അതൊക്കെ കൊണ്ടാ. ബ്ലോക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കറക്റ്റ് സമയത്ത് ഇവിടെ ഓഫീസിൽ കയറണം. മനസ്സിലായോ? അല്ല സാറിന് മനസ്സിലായില്ല. അല്ല ഞാൻ ഈ ആധാർ രജിസ്റ്റർ ചെയ്യാൻ വന്ന ഒരാളാണ്. ഞാൻ സാറിന്റെ ഒപ്പിട് പഠിക്കാൻ വന്നതാണ്. ഞാൻ വിചാരിച്ച എന്നെ പിരിച്ചുവിടാൻ വന്ന ഉദ്യോഗസ്ഥനാണെന്ന്. ഒരു മര്യാദ വേണ്ടേ? വീട്ടിൽ വിളിച്ചു പറ, 2 ആഴ്ച കഴിഞ്ഞ ചെല്ലുമെന്ന് പറ. അതിന് ഇവിടെ നിന്ന് നിന്റെ വേറെ ഇറങ്ങിയിട്ട് ആ വേര് വെള്ളം തിളപ്പിച്ച് നീ കുടിച്ചിട്ട് ഇവിടെ നിന്ന് പോകും. അല്ല സാറിന്റെ ആധാർ ഒന്ന് രജിസ്ട്രേഷൻ ചെയ്ത് തന്നിരുന്നെങ്കിൽ ഞാൻ അങ്ങ് പോകുന്നു സാറേ. കിണ്ടാസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടുവന്നിട്ടുണ്ട്. മുന്നാധാരം, ഇത് പിന്നാധാരം, ഇത് സൈഡ് ആധാരം. സാറ് മുന്നാധാരത്തിന് വന്നപ്പോ സാറ് പറഞ്ഞ പിന്നാധാരം കൊണ്ടുവരണമെന്ന് പറഞ്ഞില്ല. അപ്പൊ ഞാൻ കൈന്നിട്ട് സൈഡ് ആധാരം കൂടെ കൊണ്ടുവന്നേ. സാർ ഇനി എന്നെ ഓട്ടിക്കരുത്. ഇതെന്തോ സൂര്യന്റെ പടവും 2 കാക്ക ഇങ്ങനെ പറന്നു പോകുന്നതായിട്ടുള്ള സ്കെച്ചും പ്ലാനും ഇതാണോ ഞാൻ പറഞ്ഞത്? പിന്നെ ഇവിടെ താൻ കാര്യം മനസ്സിലാക്കണ്ടേ? സ്കെച്ചും പ്ലാൻ എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശം? അറിയാൻ വയ്യ. ഇവിടെ തന്റെ വീടിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ താമസിക്കുന്ന വടക്ക് ഭാഗം, തെക്ക് ഭാഗം, കിഴക്ക് ഭാഗം ഇവിടെയൊക്കെ താമസിക്കുന്ന ആരാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനല്ലേ? പോക്കുവരവ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അല്ല ഈ പോക്കുവരവ് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഒരു ക്യാമറയിൽ പെടാതെ ഞാൻ രക്ഷപ്പെട്ടിരിക്കുവായിരുന്നു. വഴിവിട്ട പോക്കുവരവാണോ ഞാൻ ചോദിച്ചത്? പിന്നെ തന്റെ വസ്തുവിന്റെ പോക്കുവരവല്ലേ ഞാൻ ചോദിച്ചത്? വസ്തുവിന്റെ അത് അതിനകത്തുണ്ട് സാർ. എനിക്ക് ഇതിനെപ്പറ്റി അറിഞ്ഞൂടാ. അതുകൊണ്ട് ശരി, തന്റെ പേര് പറ. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന പേരല്ല സാർ. തന്റെ പേരല്ല ഞാൻ ചോദിച്ചത്. തന്റെ പേര് പറയണ. അല്ല രണ്ടും കണക്ക് തന്നെ. അച്ഛന്റെ പേര് പറ. തന്റെ പേര് പറ. ഇത് പറ. ഇത്ര മടിയോ? ഓ അമ്മിണി പിള്ള. അതിന് നാണക്കേട് എന്താ? ആർക്കും അറിഞ്ഞൂടാത്തേടാ. ഈ പുള്ളി എന്ത് ചെയ്യുന്നിപ്പാ? കൊണ്ടുവന്നിട്ടുണ്ടോ പുള്ളിയെ? കൊണ്ടുവരാൻ പറ്റൂല സാർ. എന്ത് പറ്റി? അതായത് കുളിക്കട വെച്ച് പെണ്ണുങ്ങളെല്ലാം കൂടെ കല്ലിനെറിഞ്ഞ് അങ്ങനെ കാലിൽ കമ്പിട്ടിരിക്കോ. ഈ പാദത്തിലാണ് ഭയങ്കര ആണി. ആണല്ലേ? ജോലിക്കൊന്നും പോകാൻ പറ്റൂല. ഈ വിവാഹം നിങ്ങളുടെ വിവാഹം കഴിഞ്ഞാണോ? എന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അതെന്ത് പിടിവാശിയാണോ വേണ്ടെന്ന്? അയ്യോ അല്ല. പിന്നെ എന്റെ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞു. ആണോ? ചേട്ടന്റെ കല്യാണം കഴിഞ്ഞ ഭയങ്കര സംഭവം. എന്താണ്? ഈ ചേട്ടന് ജാതകത്തിൽ പ്രശ്നമുണ്ട്. ഇന്നത്തെ കാലത്ത് ജാതകം നോക്കാൻ നിൽക്കരുത്. നമ്മൾ നോക്കേണ്ടത് ആണിന്റെയും പെണ്ണിന്റെയും മൊബൈൽ മേടിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട അതിൽ ഏറ്റവും കൂടുതൽ കോൾ വന്നേക്കുന്ന നെറ്റ്വർക്ക് കവറേജ് അത് കണക്ട് ചെയ്ത് കല്യാണം നടത്താം. ജാതകം നോക്കാൻ നിന്ന വിഷയമാണെന്ന്. ഈ ലോകം മൊത്തം ചേട്ടൻ പെണ്ണ് കാണാൻ പോയി. അപ്പൊ നമ്മളെ കൊല്ലത്തില്ലേ സാറേ? എന്തിന് ജാതകം നോക്കിയില്ലെങ്കിൽ ആര് കൊല്ലത്തില്ലേ? പിന്നെ കൊല്ലം സ്ഥലത്തില്ലേ? അവിടെ നിന്ന് ഒരു തങ്കക്കുടം പോലൊരു പെണ്ണ് ഞാൻ ഒപ്പിച്ച് ചേട്ടന് കെട്ടിച്ച് കൊടുത്തായിരുന്നു. ചേട്ടനെ തങ്കക്കുടമൊക്കെ ഒപ്പിച്ച് കൊടുത്ത സമയത്ത് എവിടെന്നെങ്കിലും ഒരു കിണ്ടിയെങ്കിലും എടുത്ത് വീട്ടിൽ കൊണ്ട് പോകണം കേട്ടോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ല സാറ് അങ്ങനെ പെട്ടെന്ന് തന്നു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് പോവായിരുന്നു. പെട്ടെന്ന് തരാൻ വേണ്ടി അങ്ങനെ പറ്റത്തില്ല. ഇത് തണ്ണിമത്തം വൃത്തിയാരണക്ക് പറ്റത്തില്ല. അങ്ങോട്ട് മാറി. അല്ല അങ്ങനെ ദേഷ്യപ്പെട്ട കാര്യം സാറേ. സാറിന് ദേഷ്യപ്പെട്ട കാര്യം സാറിന് അറിയാമോ സാറേ? എന്റെ അച്ഛനും അമ്മയ്ക്കും നിങ്ങൾ 2 മക്കളാണ്. അറിയാമോ? ഞാൻ വന്ന് തടസ്സപ്പെടുത്തിയോ നിങ്ങളുടെ അച്ഛനും അമ്മേ? പിന്നെ നിങ്ങൾ ഇങ്ങനെ എന്നെ പറഞ്ഞെടുത്ത് വിടാവുന്നത്? അങ്ങോട്ട് മാറി നിൽക്കും. ഓരോ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞ ബാധ്യത സർട്ടിഫിക്കറ്റ്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞ ചേട്ടൻ കൊണ്ടുവരാന്ന് പറഞ്ഞായിരുന്നു. ചേട്ടൻ കൊണ്ടുവരാം. ചേട്ടൻ കൊണ്ടുവരും. കൊണ്ടുവരട്ടെ. നിന്നോട് 100 പ്രാവശ്യം ഞാൻ പറഞ്ഞു ഈ മെനകെട്ട സർട്ടിഫിക്കറ്റ് മേടിക്കാൻ എന്നെ പറഞ്ഞു വിടരുത്. എന്ത് പറ്റി? ഒന്നാമത്തെ ഈ പുല്ലിന്റെ പേരെനിക്ക് പറയാൻ കിട്ടൂലെന്ന്. പറയാൻ കിട്ടില്ലെങ്കിൽ എഴുതി കാണിച്ചുകൂടായിരുന്ന നിങ്ങൾക്ക്? എടാ ഞാൻ എഴുതി കാണിച്ച മനുഷ്യൻ നാണം കെട്ട് തൊലി ഒടിഞ്ഞു പോയി. അറിയാമോ? അയ്യോ അതെന്ത്? ഇതിന്റെ പേര് മലയാളത്തിൽ നീട്ടി എഴുതി കഴിഞ്ഞപ്പോ എന്നെക്കായും നീളം ഉണ്ടെന്നതിന്. ഇതാണ് ഇപ്പൊ പറഞ്ഞ സാധനം. പിന്നെ നിങ്ങളുടെ ഈ സ്ഥിര താമസക്കാരനാണെന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നിരുന്നോ? എന്റെ സാറേ ഇതിന് വേണ്ടിയിട്ട് ഏതാണ്ട് 1 വർഷമായി ഞാൻ പഞ്ചായത്തിൽ കയറാൻ തുടങ്ങിയിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഈ സ്ഥിരതാമസത്തിന്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി വന്ന ആൾക്കാര് അവിടെ സ്ഥിരതാമസ അവിടെ ടെന്റ് കെട്ടി താമസിക്കാം. ഇവർക്ക് കൊടുത്തിട്ടാ എനിക്ക് തരുള്ളൂ. ഇത് എന്ത് പറയാൻ പറ്റും? ശരി നമുക്കിപ്പോ എന്താണ് ചെയ്യേണ്ടത്? ഇത് രണ്ടായിട്ട് വായിക്കണം. മൊത്തം എത്ര സെന്റ് ആണ്? ഇത് 5 സെന്റ്. 5 സെന്റ്. അപ്പൊ ഇത് എന്താണ് ഇത്ര ഇപ്പൊ ഒരു തീരുമാനം? എങ്ങനെ 2ആയിട്ട് ഭാഗിക്ക്? എന്റെ സാറ് സത്യം പറഞ്ഞ ഇപ്പൊ ഇത് ന്യൂട്രീഷൻ ചെയ്തില്ലെങ്കിൽ വിഷയ. പിന്നെ ഇത് 2ആയിട്ട് പാർട്ടീഷൻ ചെയ്യണം. ഇത് ചെയ്തില്ലെങ്കിൽ വീട്ടില് വെട്ടും കുത്തും കൊലപാതകവും നടക്കും. അതെന്താ കാര്യം? എന്താ? അത് വേറൊന്നുമല്ല സാറേ. ഈ ചേട്ടന്റെ ഭാര്യയില്ലേ എന്റെ ചേട്ടത്തി, എന്നെ കണ്ണ് കയറിയ കണ്ടുകൂടാ. ചേട്ടന്റെ റൂമിനകത്ത് ഞാൻ ചെന്നൊരു ജഗ്ഗും വെള്ളം ചെന്ന് എടുത്ത് ഇതാണ് ഏത്
കണ്ണുപിടുത്ത ചീത്തയാണ് ചേട്ടത്തി. അന്ന് മുതൽ തുടങ്ങിയ ലഹളയാ. ആ. അവക്ക് ഇവനെ കണ്ണെടുത്താ കണ്ടുകൂടാ. ആ. എന്റെ അനിയനല്ലേ, എനിക്ക് ഇവനെ കളയാൻ പറ്റോ? ഞാൻ അവളായിട്ട് മുട്ടം പഴക്ക് എത്ര വർഷമായി തരുമ്പോ ഞങ്ങൾ മിണ്ടിയിട്ട്. ആ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ കിടക്കുന്നത് പോലും 2 റൂമിലാ. ആ. അവളൊരു റൂമിൽ കിടക്കും, ഞാനും ഇവനും കൂടി വേറൊരു റൂമിൽ കിടക്കും. ആണല്ലേ? ഇത് കാരണം എന്റെ 4 പിള്ളേർക്കാണെങ്കിൽ ഭയങ്കര വിഷമം സാറേ. സത്യം എത്ര പിള്ളേർ വിഷമിക്കുന്ന പറഞ്ഞ 4. നീ കിടന്നുടനെ അങ്ങ് ഉറങ്ങി പോടാ. ഓ ബോധം കിടന്നു. സത്യം ഭയങ്കര അവര്. ഇതെങ്ങനെ സാറേ മനസ്സിലായി? അല്ല ഈ 4 പിള്ളേര് വിഷമിക്കുന്ന പറഞ്ഞപ്പോ മനസ്സിലായി. നീ അങ്ങനെ കിടന്ന് ഉറങ്ങല്ലേ ഏട്ടാ, ഇടയ്ക്കൊക്കെ ഒരു ശ്രദ്ധ വേണം, ഇല്ലെങ്കിൽ 8 പിള്ളേര് വിഷമിക്കും. അപ്പൊ നമുക്ക് ഈ സൈറ്റ് കാണണം, നിങ്ങളുടെ വസ്തു വീട് ഇത് എവിടെയാണ് സ്ഥലം എന്ന് പറഞ്ഞുതരോ? അല്ല സൈറ്റ് ഞാൻ പറഞ്ഞുതരാം. ആ. അതായത് നമ്മളെ കപ്പാമുക്ക് ജംഗ്ഷൻ കഴിയുമ്പോഴത്തേക്ക് ആ. കിഴങ്ങ് വിളാകം വഴി കയറി പരിപ്പ് മുക്കിന് ചെല്ലണം. അപ്പോഴത്തേക്ക് ഒരു വീട് കാണും, അതാണ് നമ്മളെ വീട്. മൊത്തം സ്ഫോടക വസ്തുക്കളിലാണല്ലോ. ഇത് ഏതാ ഈ യുദ്ധഭൂമി? എവിടെ എനിക്ക് മനസ്സിലായില്ല. അത്രയൊന്നും പോകേണ്ട കാര്യമില്ല. പിന്നെ? നമ്മൾ ഈ കപ്പ മുക്കി ചെല്ലാം, ആ. അവിടുന്ന് നേരെ ഇടത്തോട്ട് തിരിയരുത്, തിരിയരുത്. വലത്തോട്ട് തിരിയാ. അങ്ങനെ ചിറ്റേണ്ട കാര്യമില്ലെന്ന്. എന്ത്? നമ്മളെ കപ്പാമുക്ക് ജംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 100 മീറ്ററേ ഉള്ളൂ വിളിച്ചിക്ക് മുക്ക്. അവിടെ നിന്ന് നേരെ തിരിഞ്ഞ് നേരെ ഒരു പരിപ്പും കട ജംഗ്ഷനിൽ എത്തും. ആ. അത് വേണ്ട, അതൊന്നും വേണ്ടത്. നേരെ വലത്തോട്ട് പോയിട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നിർത്തറ. നിങ്ങൾ രണ്ടുപേരും ആദ്യം ഇത് സ്വന്തം വീട് എവിടാന്ന് ആദ്യം കണ്ടുപിടി, പിന്നെ എനിക്ക് പറഞ്ഞതാ. ഇത് ആദ്യം മനസ്സിലാക്കണം കേട്ടോ. ആ വീട് പൊളിച്ചു കളഞ്ഞേ പറ്റൂ. അല്ല ഇത് മേപ്പടിയാൻ ഉണ്ണിമുകുന്ദൻ. ഇടോ മേപ്പടിയാൻ ഇത് ആരെ പേരാണ് വെക്കേണ്ടത്? ഇത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ അമ്മിണിപ്പിള്ള, അത് വെക്കട്ടെ. ടിയാൻ. പൃഥ്വിരാജ് ടിയാൻ. എടോ ഇത് ആധാരം എന്നത്. അത് മുരളി ആധാരത്തിൽ മുരളിയാണ്. ഓ മലയാള സിനിമയുടെ അംബാസിഡർ അതല്ല പറഞ്ഞത്. പിന്നെ ഇതിലൊരു വയലയില്ലേ, അത് റെഡിയാക്കണ്ടേ, അതല്ലേ പറഞ്ഞത്. അതാണ് പറഞ്ഞത്. അപ്പൊ ഞാനൊന്ന് പരിശോധിക്കാം കേട്ടാ. ഇത് പരിശോധിച്ച പ്രകാരം നമുക്ക് സംഭവം മനസ്സിലായിരിക്കുന്നത് എന്താണെന്നറിയാം? സാറേ വല്ല പ്രശ്നമുണ്ടോ? ഞാൻ നിങ്ങളടുത്ത് എന്തെങ്കിലും അപമര്യാദയായിട്ട് പെരുമാറിയെങ്കിൽ ക്ഷമിക്കണം എൻ്റെ അടുത്ത്. അല്ല സാറ് അല്ല ഞാൻ വേറൊന്നും കൊണ്ടല്ല, അങ്ങനെ എന്തെങ്കിലും പറ്റി എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വാക്കുമല്ലോ. ഇല്ല. അല്ല അങ്ങനെ ക്ഷമിക്കണം, അത് വേറൊന്നും കൊണ്ടല്ല ഞാൻ പറയുന്നത്. കാര്യം പറ സാറേ. മുൻ പ്രമാണങ്ങൾ പരിശോധിച്ചപ്പോ എനിക്ക് മനസ്സിലായ കാര്യം എന്തെന്ന്, നിങ്ങൾ രാജാക്കന്മാരാണ്. രാജാക്കന്മാരാണ്. സാറേ മക്കളെയൊക്കെയല്ലേ? ഞാൻ ചുമ്മാ പറയുന്നതല്ല, സത്യം. തിരുവനന്തപുരം ജില്ല നിങ്ങളുടെ പേരിലാണ്. തിരുവനന്തപുരം ജില്ല. അതേ ഇപ്പൊ സെക്രട്ടറിയേറ്റ് ഇരിക്കുന്ന സ്ഥലമില്ലേ, നിങ്ങളുടെ കുടുംബ വീടായിരുന്നെന്ന്. കുടുംബ വീടാ? എന്റെ ദൈവമേ, ഇന്നലെ വണ്ടിക്കാശ് പോലും ഇല്ലാണ്ട് തമ്പാനൂര് 2 മണിക്കൂർ ഞാൻ നിന്ന് കറങ്ങിയത്. ഇത് നേരത്തെ പറയണ്ടേ? ഇനി നമുക്ക് ഈ രാജാക്കന്മാർ വേറെ വല്ലതും ഉണ്ടോ നോക്കണം. വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൽ തങ്കരാജ രവി എന്ന് പറഞ്ഞ ഒരാളുണ്ടോ? ചിറ്റപ്പൻ. ആ പുള്ളി നമ്മുടെ ഒരു മ്യൂസിയം പുള്ളിയുടെ പേരിലായിരുന്നു രജിസ്റ്റർ ചെയ്തേക്കുന്നത്. 2 ആടും 2 കോഴിയും വെച്ച് തുടങ്ങിയതാണ്. പിന്നെ ഇപ്പൊ എന്തോരം മൃഗങ്ങളുണ്ടെന്നറിയാവോ? പിന്നെ ഏട്ടാ ഞാൻ ചേട്ടന്റെ മക്കളെയും കൂടി ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച പോയില്ലായിരുന്ന, അപ്പോഴേ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ ഉദ്യോഗസ്ഥന്മാർ എന്നെ ഇങ്ങനെ ചരിഞ്ഞൊരു നോട്ടം നോക്കും കേട്ടോ. ഞാൻ ടിക്കറ്റ് എടുത്താൽ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അവർക്കറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിലേ സാറേ നമ്മളെ കൊച്ചുങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട് ആ മ്യൂസിയം ഒന്ന് ഇങ്ങനെ പിടിച്ചിങ്ങനെ എടുക്കാൻ പറ്റൂ. തിരിച്ചു പിടിക്കണം. കിട്ടുവോ? അല്ല ഇപ്പൊ സമയം എന്തായി? ഇപ്പൊ 1 മണി. ഇപ്പൊ പോയാൽ പറ്റത്തില്ല. കാരണം ഈ മ്യൂസിയത്തിലെ ഉദ്യോഗസ്ഥന്മാർക്കല്ല ഊണ് കഴിഞ്ഞിട്ട് അവരൊരു മയക്കത്തിലായി. നമ്മളൊരു 4 മണിക്ക് അവർ ചായ കുടിക്കാൻ ഇറങ്ങൂലേ, ആ സമയത്ത് ചെന്നാൽ ചിലപ്പോ കിട്ടാൻ സാധ്യതയുണ്ട്. ബന്ധം പറഞ്ഞ് സ്ഥാപിക്കണം നമ്മൾ. അങ്ങനെ പോണ വഴി ചോദിക്കാം. പിന്നെ ഈ നമ്മളെ വിഴിഞ്ഞം പദ്ധതി, വിഴിഞ്ഞം പോർട്ട് നിങ്ങളുടെ പേര് തന്നെ കിടക്കുന്ന കേട്ടോ. അതെനിക്ക് പക്ഷെ പണി നടക്കുവാണല്ലോ ഇപ്പൊ. പണി കഴിയട്ടെ, ഞാൻ പതുക്കെ പാലിയാച്ച് കേറിക്കോളാം. ഇപ്പൊ ഈ 5 സെന്റ് വസ്തുവില്ലേ, ഇത് 2ആയിട്ട് ഭാഗിക്കാം. അപ്പൊ അതിന് വേണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ പഴയ രാജാക്കന്മാരാണല്ലോ, കൊച്ചു രാജാവ് ഒരു 40,000 രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കണം. രജിസ്ട്രേഷൻ ഫീസായിട്ട് അല്ലാതെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു 40,000 അടയ്ക്കണം. വലിയ രാജാവ്. എന്റെ കയ്യിൽ 5 പൈസ ഇല്ല സാറേ. ഇല്ല സാറേ, 40 പൈസ എന്റെ അടുത്ത് അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യും, 2.5 സെന്റ് വസ്തു 2 പേരുടെ പേരിൽ എഴുതി വെക്കാം. ബാക്കി 2.5 ഇത് രജിസ്ട്രേഷൻ ഫീസായിട്ടും കരമടച്ച് പതിച്ചു തരണം, എനിക്ക് പതിച്ചു തരണം. ചേട്ടാ നടക്കുന്ന കാര്യമില്ല കേട്ടോ, നമ്മളിങ്ങനെ നടക്കും. ഞാനേ സാറിനോട് സംസാരിച്ചു നോക്കാം. സാറേ പിന്നെ അല്ല നമ്മൾ ഇത് റെഡിയാക്കേണ്ടത് പിന്നെ പറ്റുന്നുണ്ടോ? ഇത്രേ കാര്യങ്ങള് പതിച്ച് തന്നു കഴിഞ്ഞാൽ കാര്യം നോക്കണേ. കണ്ട മുൻ പ്രമാണങ്ങൾ കണ്ട രാജവംശവും ശരിക്കും പതിഞ്ഞു പതിഞ്ഞാ. ഇനി സ്റ്റാമ്പ് വെക്കണം. പഞ്ഞി വെക്കാം. എടാ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെ നമ്മള് കരം പതിച്ച് കൊടുക്കണം. ഇരിക്കണ വേണം. അയ്യോടാ ഇവന്റെ സാറേ
ആ കോവളത്ത് മതാമാര് കിടക്കുന്നില്ലേ, ആ കോവളം എങ്ങനെ എനിക്ക് തരൂ? ക്ലൈമാക്സ് ആയി പോടാ കഴിഞ്ഞു